എന്നെ കൊണ്ട് ഇനി വയ്യ ഇങ്ങനെയാണെന്ന് പണിയെടുക്കാൻ. രാവിലെ വീട്ടു ജോലി, അത് കഴിഞ്ഞ് നാട്ടിലെ ജോലി, അത് കഴിഞ്ഞ് രാത്രി ജോലി, പിന്നെ വീണ്ടും വെളുപ്പാങ്കാലത്ത് ജോലി. എല്ലാവർക്കും ഒരു ദിവസം 2 ഷിഫ്റ്റേ കാണത്തുള്ളൂ, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി. പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു ദിവസം മൊത്തം ജോലിയാണ്. അല്ല, ഈ സെലിബ്രിറ്റിയുടെ ഭാര്യമാരുടെ കാര്യമൊക്കെ എങ്ങനെയാണോ? ദിവയുടെ ഭാര്യയുടെ കാര്യം എങ്ങനെയാണോ? അവളും സെലിബ്രിറ്റി ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോണം. എന്നാ കേട്ടോ, ഞാനും ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യ, കനകക്കുന്ന് കുഞ്ചൻ. അങ്ങനെ പണി ചെയ്തോണ്ട് നിന്ന സമയത്ത് അങ്ങനെ ഒരു റീൽ എടുത്തായിരുന്നു. അത് കയറി അങ്ങ് സോഷ്യൽ മീഡിയയിൽ വൈറലായെന്നും പറഞ്ഞ് ഇപ്പൊ പണിക്കോതെ വീട്ടിൽ തിന്നും കുടിച്ചോണ്ട് കിടപ്പാണ്. ഒരു ചിക്കാനെന്ന് പറ. ചേടാ, ഇതാരീ വിളിക്കുന്നേ? ഹലോ, ആ എടാ നീ ആയിരുന്നോ? എടാ ഞാൻ പറഞ്ഞ പോലെ എന്റെ 5 ഫ്ലക്സ് നമ്മുടെ ജംഗ്ഷനിൽ നല്ല വലിച്ചു മുറുക്കി കെട്ടണം. ഒന്നാമതേ മഴക്കാലവാ, കാറ്റങ്ങാണോ അടിച്ചലങ്ങാണം താഴെ പോയി കഴിഞ്ഞാൽ കുഞ്ചന്റെ കുഞ്ചി ഒടിഞ്ഞ അവിടെ കിടക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ടൊരു സൂക്ഷിച്ചും കണ്ടൊക്കെ കെട്ടണം. എവിടുന്ന് നോക്കിയാലും ഈ കനകക്കുന്ന് കുഞ്ചനെ മാത്രം കാണണം. ആ ശരി. മനുഷ്യ, നിങ്ങളൊരു സെലിബ്രിറ്റി അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്ലെക്സ് ഒക്കെ അടിക്കാൻ അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞോണ്ട് പണ്ട് നിങ്ങൾ 2.5 വയസ്സിൽ കുളിച്ചോണ്ടെന്ന ഫോട്ടോ എടുത്താണ് ഫ്ലെക്സ് അടിക്കേണ്ടേ. എടി, ആ സുരയില്ലേ, അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ എന്റെ മുഴുവനേ ഉള്ളൊരു ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് അടിക്കണമെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് എന്തുവാ, എന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ. ആ വൃത്തികെട്ടവൻ 2.5 വയസ്സിൽ ഞാൻ കുളിച്ചോണ്ടിരുന്ന ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കുന്നു. എന്റെ കൈ കെട്ടി കഴിഞ്ഞാലുണ്ടല്ലോ. അല്ല, ഈ പണിക്കൊന്നും പോവാത്ത നിങ്ങൾക്ക് എവിടെ നിന്ന് ഫ്ലെക്സ് അടിക്കാൻ പൈസ? അത് പിന്നെ നീ ലോൺ അടക്കാൻ തന്ന പൈസ ഞാനൊന്ന് മറിച്ച്. മര്യാദയ്ക്ക് പൈസ എനിക്ക് തിരിച്ചാന്നോണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലെക്സ് അല്ല നിങ്ങളുടെ പോസ്റ്റർ നാട്ടിലൊട്ടും. അന്തത്തിനാണ്ടി നിങ്ങളെ ചത്തെന്നും പറഞ്ഞു. അയ്യോ, ആയിരിക്കുന്ന പെണ്ണുങ്ങൾ ലോൺ അടയ്ക്കാൻ തന്ന പൈസയാണത്. എങ്ങാലും അത് നിങ്ങൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരൊന്ന് നിങ്ങളെ പൊങ്കാല ഇടും. എടി 10 പേര് അറിയാൻ വേണ്ടി അല്ലോടി ഞാൻ ആ ഫ്ലെക്സ് വെക്കുന്നത്. എന്നാ 100 പെണ്ണുങ്ങളുടെ ചവിട്ടുകൊള്ളാം തയ്യാറായിട്ടു. എന്റെ കയ്യിൽ ഇപ്പൊ എവിടുന്നാ ഈ പൈസ? അതോടൊന്ന് നീ പറ. അതിന് എന്ത് ചെയ്യണമായിരുന്നു? പണിക്ക് പോണം. ഇത്രയും വലിയ സെലിബ്രിറ്റിയാ ഞാൻ, പണിക്ക് പോണോടി. സെലിബ്രിറ്റിക്ക് വിശക്കുന്നു എന്ന് ചെന്ന് അടുക്കളയിൽ പറഞ്ഞാലേ തരാനായിരിക്കുന്നത് അക്ഷയപാത്രങ്ങളല്ല, സാധാ പാത്രങ്ങളാണ്. ഇനി നീ ഇമ്മാരി ഫലിത ഇവിടെ പറഞ്ഞാ നിന്നെ ഞാൻ ഗീവ് അവേ ചെയ്യും. എന്ന് വെച്ചാ ഞങ്ങളെ പോലത്തുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഉപയോഗശൂന്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെയാണ് വിൽക്കുന്നത്. ഇങ്ങനെ കിടന്ന് ഗതികെടാനാണോ മനുഷ്യ നിങ്ങൾ എന്റെ കൈയും പിടിച്ചോണ്ട് ഓടിയത്? നിങ്ങൾ എന്റെ കൈയും പിടിച്ചോണ്ട് ഓടിയെന്ന് ഉത്സവത്തിന് ആന നടന്നപ്പം അച്ഛന്റെ കൈയും പിടിച്ചോണ്ട് ഓടിയതാ. ദൂരെ ചെന്ന് കൈയുടെ അച്ഛൻ നോക്കിയപ്പോ നിക്കും നീ മുതല്. അച്ഛന്റെ കൈയും പിടിച്ചോണ്ട് ഓടിയെന്ന്. എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ എന്തേ? അച്ഛനും കൈ കയറി പിടിച്ചോണ്ട് ഓടിയായിരുന്നു. എന്നിട്ട് പക്ഷെ അച്ഛൻ പിടിച്ച കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. എങ്ങനെ? ആനയുടെ തുമ്പിക്കൈ കയറി അച്ഛൻ പിടിച്ചത്. എന്നിട്ട് ഇപ്പൊ അച്ഛൻ എവിടെ ഉണ്ട്? അച്ഛനാണ് ഇപ്പൊ ആനയുടെ 1-ാം പാപ്പൻ. എന്റെ അച്ഛനെ നീ കൂടെ കുറ്റം പറയണ്ട. നിങ്ങൾ കേക്കണം, ഇവളുടെ അച്ഛൻ ചിക്കന് വില കൂടിയെന്ന് കേട്ടിട്ട് ചിക്കൻ തിന്നാൻ കൊതിമോട്ട് കോഴിമുട്ട മേടിച്ച് അതിനും പുറത്ത് അടയിരുന്ന അല്ലടി നിന്റെ അച്ഛൻ. ആരായി പറയുന്നേ? നമ്മുടെ വീട് ജപ്തി ചെയ്യാൻ വന്നപ്പോ ഉള്ള ചെണ്ടമേളം കേട്ടിട്ട് അവിടെ നിന്ന് തുള്ളിയ ആളല്ലോടോ താൻ. അത്രയ്ക്കൊന്നും എന്റെ അച്ഛൻ ചെയ്തിട്ടില്ലേ? ഞാനൊരു കലാകാരനാണ്. ചെണ്ടമേളം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് തുള്ളും. അതുകൊണ്ട് അവര് വീടും ജപ്തി ചെയ്തോണ്ട് പോയി. എടി, നിന്റെ ഇപ്പോഴത്തെ വിഷയം എന്തുവാ? നിനക്ക് പൈസ വേണം അതല്ലേ? നീ പോയി എന്റെ NRI അക്കൗണ്ടിൽ എടുത്തോ. ഞാൻ അവിടെ NRI അക്കൗണ്ടിൽ ചെന്ന് പൈസ എടുക്കാനായിട്ട് അന്നേരം അവിടുത്തെ മാനേജർ എന്നോട് പറയുക, ഇതുപോലെ നാറിയൊരു അക്കൗണ്ട് ആ ബ്രാഞ്ച് വേറെ ഇല്ലെന്ന്. NRIയുടെ പേരും പറഞ്ഞോണ്ട് എന്നെ നാച്ചിക്കാനായിട്ട് അവിടെ കൊണ്ടുപോവല്ലേ. നീ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടാതെ. എന്റെ റീൽസ് കണ്ടിട്ട് എന്നെ സിനിമാക്കാരെ വിളിക്കും. പിന്നെ എനിക്ക് ഉദ്ഘാടനങ്ങളായി പരസ്യങ്ങളായി ഞാൻ പല പല സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കും. ഈ നെയ്ച്ചാളാ? സോറി, മാറിപ്പോയി. ഈ ഒമാമത്തിയാണൊക്കെ എന്തുവാണ് നീ പറയുന്നത്? ഒമാമത്തിന്നോ? നീ എനിക്ക് 1000 രൂപയും കൂടെ തരാവോ? എന്ത്? ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ചേർന്നു. അതെന്തിന്? അത് പിന്നെ ചില ഇന്റർവ്യൂ ഒക്കെ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ, അതിന് പറയാൻ വേണ്ടി.
ഈശ്വരാ, സുഗുണനെന്ന് എഴുതാൻ പറഞ്ഞ ഗുണനോന്ന് എഴുതി ഇംഗ്ലീഷ് പഠിക്കാൻ പോണെന്ന്. നിങ്ങൾ ഇംഗ്ലീഷും പഠിക്കാൻ പോണ്ട, ഒന്നും പഠിക്കാൻ പോണ്ട. ഇന്ന് പണിക്ക് പോയാ മതി. ഇത്രയും വലിയ സെലിബ്രേറ്റ് ചെയ്യാൻ പണിക്ക് പോണോടി. ഇങ്ങേർക്ക് ആ വീഡിയോ എടുത്ത് കൊടുത്താൻ വെള്ളം ഇറങ്ങാതെ ചാവണേ ഈശ്വരാ. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കൂല. എനിക്കുണ്ട് ചോദിക്കാനും പറയാനും ആൾക്കാര്. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, വരും. വന്നത് ഏതാടി തലേ മൈലാഞ്ചി അടിച്ചു? ഇതാണ് മാമൻ ഗുണ്ട. നിന്റെ മാമൻ ഗുണ്ടയാണ്, എന്റെ മാമ പോലീസ്. ഈശ്വര, അതല്ലെന്ന്, അങ്ങനെ പേരാണ് മാമൻ ഗുണ്ട. നീ പോയി ബാഗ് എടുത്തോണ്ട് വാ. അയ്യേ, അമിതാഭ് ബച്ചന്റെ ലുക്ക്, അണ്ണാൻകുഞ്ഞിന്റെ സൗണ്ട്. നീ പോയി ബാഗ് എടുത്തോണ്ട് വാ. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കല്ലേ, കേട്ടല്ല? പിന്നെ 7 നേരം കഴിക്കാനുള്ള തന്നില്ലേലും ഒരു നേരത്തെ കഞ്ഞിവെള്ളം ഞാൻ നിനക്ക് തരും. ഒരു നേരത്തെ കഞ്ഞിവെള്ളം കൊടുക്കാൻ ഇതെന്റെ പെണ്ണുമുള്ള, അല്ലാതെ നിങ്ങളുടെ ആട്ടുംകുട്ടിയല്ല. നീ പോയി പെട്ടെന്ന് എന്റെ ബാഗ് എടുത്തോണ്ട് വാ. ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. നീ സമ്മതിച്ചില്ലേ എന്റെ കത്ത് നിന്നോട് സംസാരിക്കും. അല്ല, എന്റെ വായിക്കകത്ത് കുരുവരിപ്പുണ്ടോ? നിന്റെ അടുത്തല്ലേ പറഞ്ഞ പോയി ബാഗ് എടുത്തോണ്ട് വരാൻ. ശരി ശരി, ഞാൻ ഇപ്പൊ വരാം. അറിയാത്ത നമ്പറാണല്ലോ, എടുത്തു നോക്കാം എന്നാലും. ഹലോ ഹലോ സാറേ, ആരാ പറയൂ? ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ അറുമുഖമാണ് വിളിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് 6 മുഖമുണ്ടോ 10 നാക്കുണ്ടോ എന്നുള്ള എന്റെ പറയാൻ വന്ന കാര്യം പറയുന്നത്. സാറിന്റെ ഈയിടെ ഇറങ്ങിയ വൈറൽ വീഡിയോ കണ്ടായിരുന്നേ. അപ്പൊ സാറിന്റെ ഒരു 10 ദിവസത്തെ ഡേറ്റ് വേണം. നമ്മുടെ ലാലേട്ടന്റെ പടമാണേ. അല്ല, സാറിന്റെ ലാലേട്ടന്റെ പടത്തിലേക്ക് ഒരു 10 ദിവസത്തെ ഡേറ്റ് വേണമായിരുന്നു സാറിന്റെ. 365 ദിവസമുള്ള ഒരു കലണ്ടർ ഞാൻ അങ്ങോട്ട് തരാം. ഇഷ്ടമുള്ള ഡേറ്റ് അല്ല, 10 ദിവസം ഡേറ്റ് ഞാൻ തന്നിരിക്കുന്നു. അപ്പൊ എന്തായാലും ഞാൻ ഡയറക്ടറോട് സംസാരിച്ചിട്ട് അദ്ദേഹം തന്നെ വിളിക്കും സാറിനെ. ഓക്കെ സാർ, താങ്ക് യു. എന്റെ ദൈവമേ, എനിക്ക് മോഹൻലാലിന്റെ പടത്തിൽ സീൻ കിട്ടിയോ? എന്റെ ഈശ്വരാ, ഞാൻ ഈ സന്തോഷം ആരാടാ ഒന്ന് പറയുന്നത്? അളിയാ അളിയാ വേടാ അളിയാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എനിക്ക് മോഹൻലാലിന്റെ ഒരു പടം കിട്ടി. കൊച്ചിന്റെ ബുക്കിന്റെ അകത്തുനിന്നായിരിക്കും. ആ പടമല്ല, എനിക്ക് മോഹൻലാലിന്റെ ഒരു സിനിമയിൽ വേഷം കിട്ടിയെന്ന്. അളിയാ, ഞാൻ അത് സീരിയസ് ആയിട്ട് പറയുക. ഞാൻ നാളെ മുതൽ നടനാവാൻ പോവാ. ഞാനൊരു സിനിമ നടനായിട്ടാ പിന്നെ അളിയൻ ആരാ? അപ്പം ഗുണ്ടൻ, മാമൻ ഗുണ്ട. അളിയാ, അളിയൻ ഇനി മുതൽ ഒരു സിനിമ നടന്റെ അളിയനാണ്. ഞാനൊരു സിനിമ നടനായി കഴിഞ്ഞാൽ അളിയനെ ഞാൻ എന്റെ ബൗൺസർ ആക്കും. അയ്യേ, അത് നിക്കറിന് പകരം ഇടുന്ന സാധനമല്ലേ? ദൈവമേ, അത് ബോക്സർ, ഇത് ബൗൺസർ. അല്ല, ഈ ബൗൺസർ എന്ന് വെച്ചാൽ എന്തെന്നറിയാവോ? ഞാനൊരു സിനിമ നടനാവുമല്ലോ, എന്നെ കാണാൻ വരുന്ന ആണുങ്ങളെ പിടിച്ചു മാറ്റുന്ന ആൾ. അല്ല, അപ്പൊ പെണ്ണുങ്ങളെ പിടിച്ചു മാറ്റൂലേ? പിടിക്കാലോ, ഒറ്റ തവണ പിടിച്ചാൽ മതി. പിന്നെ അളിയന് സർക്കാർ ഫുഡല്ലേ. അതെങ്ങനെ? പിന്നെ പെണ്ണുങ്ങളെ കയറി പിടിച്ച് അവര് വെറുതെ വിടുവോ? അളിയനെ പിടിച്ച് ജയിലിൽ ഇടുവന്ന്. അളിയനിപ്പോ ഒന്നും ചെയ്യണ്ട, തൽക്കാലം ഞാൻ പറയുന്ന പോലെ എന്റെ കൂടെ അങ്ങ് നിന്നാ മതി, മനസ്സിലായല്ലോ? എന്റെ കൂടെ അളിയൻ നിന്ന് കഴിഞ്ഞാ അളിയനെ ഞാൻ കാറ് മേടിച്ചു തരും, വലിയ ബംഗ്ലാവ് മേടിച്ചു തരും. അളിയൻ ചോദിക്കുന്ന സാധനം എല്ലാം ഞാൻ മേടിച്ചു തരും അളിയന്. ആ ചേട്ടാ, നമുക്ക് പോവാ. ഇതെല്ലാം കൊണ്ടകത്ത് പോയി. ഇതെല്ലാം കൊണ്ട് അകത്ത് വയ്ക്കായി. ഓഹോ, ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ എന്തോ പറഞ്ഞ് എന്റെ ചേട്ടനെ മോഹിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഓന്ത് നിറമാറുന്നാണെങ്കിൽ ഇങ്ങനെ മാറൂല. തന്നെ ഞാൻ എന്റെ അളിയന്റെ ആരാന്നറിയോ? സ്പോൺസർ. അളിയ, മറ്റേ സാധനത്തിന്റെ പേരെന്തര്? ബൗൺസർ. ബൗൺസർ. എടാ വേസ്റ്റ് വുഡേ എന്ന് വെച്ചോ പാൽത്തടി. മാമൻ ഗുണ്ടേ പാൽത്തടി എന്നാ? തുണ്ട ഇഞ്ചക്ഷന്റെ മരുന്ന് കയ്യിൽ മേടിച്ച് കുടിക്കുന്ന നീ എവിടത്തെ ഗുണ്ടേടാ? അറിയാമോ, ഇവന്റെ തലവെട്ടം കണ്ട അന്നു തൊട്ട് എന്റെ അമ്മ പഞ്ചായത്ത് വൈബ് പൊട്ടിയത് കണക്കാണ് കണ്ണീര് കളഞ്ഞത്. ഇവൻ പഞ്ചായത്ത് ചെണ്ടായിരുന്നു, എന്നിട്ട് പഞ്ചായത്ത് ഗുണ്ടെന്നും പറഞ്ഞോണ്ട് നടക്കുന്നു. അളിയ, അവള് പലതും പറയും, അതളിയാൻ കേൾക്കൊല്ലു. അല്ലളിയാ, അളിയന് ചുറ്റും കാണാൻ ആൾക്കാർ എപ്പോഴാണ് വരണത്? അങ്ങേര് ചാവുമ്പം, അല്ലാതെ വേറെ ആളുകൂടെ. നിന്നോട് ഞാനൊരു കാര്യം പറയാം. എന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ സുബ്രഹ്മണ്യൻ സാർ വിളിച്ചു. എന്റെ അടുത്ത് ആറുമുഖൻ എന്നല്ലേ പറഞ്ഞു? രണ്ടാളും ഒരാള് തന്നെ. ഞാൻ വിളിച്ചിട്ട് എന്തോ പറഞ്ഞെന്നറിയാവോ? നിങ്ങൾക്ക് മോഹൻലാലിന്റെ പടത്തിൽ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന്. എന്റെ അമരവെള്ള ഭഗവതി, ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. നീ എന്തോ പ്രാർത്ഥിച്ചേ?
എന്റെ അണ്ണനെ ഒരു കൺട്രോളർ വിളിക്കണമെന്നും പിന്നെ അത് ലാലേട്ടന്റെ സിനിമ ആയിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അളിയ ഈ മാമൻ കൊണ്ടല്ല ഓന്ത്, എന്റെ ഈ പെങ്ങളാണ് ഓന്ത്. അളിയൻ വളർന്ന കണ്ടോണ്ട് അവള് നിറം മാറുന്ന കണ്ട എന്റെ അളിയനെ സൂപ്പർ സ്റ്റാർ ആവും. അത് പിന്നെ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? എന്റെ അണ്ണൻ മെഗാ സ്റ്റാർ ആവും. അയ്യടാ എന്റെ അളിയനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടും. എന്റെ അണ്ണന് നാഷണൽ അവാർഡ് കിട്ടും. രണ്ടുപേരും ഒന്ന് നിർത്ത്. ഇത് കൂടുതൽ അവാർഡ് വാങ്ങാനുള്ള ത്രാണി എനിക്കില്ല. അളിയാ എന്നെ വീണ്ടും വരാണ്ട് വിളിക്കുന്നോട്ട്. പ്രൊഡക്ഷൻ കൺട്രോള അല്ലെ സ്പീക്കർ ഇട്. ഹലോ സാറേ. ഹലോ, വീണ്ടും ഞാൻ കൺട്രോളർ അറുമുഖനാണേ. ഞാൻ വീഡിയോ ഡയറക്ടറെ കാണിച്ചായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ കണ്ണടച്ച് സമ്മതിച്ച് കാണും. ഇല്ല, അപ്പ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ സാർ തന്നൊരു 10 ദിവസം ഡേറ്റ് ഇല്ലേ, അത് വീണ്ടും തിരിച്ച് കലണ്ടറിൽ തന്നെ വെച്ചേക്ക് കേട്ടോ. ഇതൊരു ഷോർട്ട് ഫിലിമിന്റെ വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ. നീ ഇങ്ങരുടെ ആരാന്നാ പറഞ്ഞേ? ബൗൺസർ. എന്നാ കേട്ടോ, നിന്റെ ജോലി പോയിട്ടില്ല. അതെങ്ങനാടി? പിന്നെ കടക്കാര് വരുമ്പോ പിടിച്ചു മാറ്റാൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ നീ ഇന്ന് മുതൽ അപ്പൻ കൊണ്ടാ